എന്താണ് കോശവിഭജനം? കോശവിഭജനം എന്ന് പറഞ്ഞാൽ ഒരു കോശത്തിൽ നിന്നും വിഭജിച്ച് രണ്ടോ അതിലധികമോ പുത്രിക കോശങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കോശവിഭജനം എന്ന് പറയുന്നത്. ഒരു കോശം, മാതൃകോശം, അതിൽ നിന്നും ധാരാളം പുത്രിക കോശങ്ങൾ ഉണ്ടാകുന്നു. ഇവയാണ് വിഭജനം എന്ന് പറയുന്നത്. ഇവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. കോശങ്ങളും പ്രത്യുൽപാദനം നടത്തും. അതിനെ കോശവിഭജനം എന്ന് വിളിക്കും. അതായത് മനുഷ്യൻ പ്രത്യുൽപാദനം നടത്തുന്നത് പോലെ തന്നെ കോശങ്ങളും പ്രത്യുൽപാദനം നടത്തുന്നു. ഇതിനെയാണ് കോശവിഭജനം എന്ന് വിളിക്കുന്നത്. അടുത്തതായി നമ്മുടെ ശരീരത്തിൽ 2 തരത്തിലുള്ള വിഭജനമാണ് നടക്കുന്നത്. എത്ര തരത്തിലാണ്? 2 തരത്തിൽ. ഏതൊക്കെയാണവ? ക്രമഭംഗവും ഊനഭംഗവും. അപ്പോൾ ആദ്യം ക്രമഭംഗം എന്താണെന്ന് നമുക്ക് നോക്കാം. ക്രമഭംഗം എന്ന് പറഞ്ഞാൽ ഒരു കോശം, അതിൽ നിന്നും 2 പുത്രിക കോശങ്ങൾ ഉണ്ടാകുന്നു. ഓരോ കോശങ്ങളിലും 46 എണ്ണം ക്രോമസോമുകൾ ആണ് ഉള്ളത് എന്ന് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? 23 ജോഡി. അപ്പോൾ ഓരോ കോശം വിഭജിക്കുമ്പോഴും ക്രോമസോം സംഖ്യകൾക്ക് യാതൊരു മാറ്റവും വരുന്നില്ല. അതായത് 23 ജോഡി ക്രോമസോമുകൾ ഓരോ കോശങ്ങളിലും കാണുന്നു. ഇവരുടെ മെയിനായിട്ടുള്ള ഉദ്ദേശ്യങ്ങൾ വളർച്ച, കേടുപാട് തീർക്കൽ, നവീകരണം. ഇവിടെ വളർച്ചയ്ക്കായിട്ട് ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ഒരു എഗ്ഗിൽ നിന്നും ഒരു താറാവ് കുഞ്ഞ്, താറാവ് കുഞ്ഞിൽ നിന്നും ഒരു താറാവ്. അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യന്മാരുടെ കാര്യം എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലേ? മനുഷ്യൻ ജനിക്കുമ്പോൾ ഒരു സിക്താണ്ഡ രൂപം കൊള്ളുന്നുണ്ട് ഇല്ലേ? ആ സിക്താണ്ഡം എന്ന് പറയുന്നത് ഒറ്റ കോശമാണ്. അതിൽ 46 ക്രോമസോമുകളുണ്ട് ഇല്ലേ? ഓരോ സിക്താണ്ഡം വിഭജിച്ച് എന്തായി മാറുന്നു? പുത്രിക കോശങ്ങൾ രൂപം കൊള്ളുന്നു അല്ലേ? പുത്രിക കോശങ്ങൾ രൂപം കൊള്ളുന്നു. ഓരോ കോശങ്ങളിലും 46 സംഖ്യയുള്ള ക്രോമസോമുകളും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ജീവിതകാലം അത്രയും വിഭജിച്ചുകൊണ്ടേയിരിക്കും. ക്രമഭംഗം എന്നുള്ള പ്രക്രിയ ശരീരകോശങ്ങളിലാണ് നടക്കുന്നത്. എത്ര കാലം വളർച്ചയുണ്ടോ അത്രയും കാലം എന്ത് നടക്കുന്നുണ്ട്? ക്രമഭംഗവും നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് കേടുപാട് തീർക്കൽ. എന്താണ് കേടുപാട് തീർക്കൽ? നമുക്ക് എന്തെങ്കിലും ഒരു മുറിവോ എന്തെങ്കിലും ഒടിവോ വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള സെല്ലുകൾ നശിച്ചു പോവുകയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ കോശങ്ങൾ സംയോജിച്ച് പഴയതുപോലെ തന്നെ ആയിത്തീരുകയും ചെയ്യുന്നുണ്ട് ഇല്ലേ? ഇതിനെയാണ് കേടുപാട് തീർക്കൽ എന്ന് പറയുന്നത്. അടുത്തത് കോശ നവീകരണം. നമ്മുടെ രക്തത്തിലും നമ്മുടെ ശരീരത്തിലും പലതരത്തിലുള്ള കോശങ്ങളുണ്ട്. ചില കോശങ്ങൾക്ക് ആയുസ് വളരെ ചുരുങ്ങിയ ആയുസ് മാത്രമേ ഉള്ളൂ. അവയ്ക്ക് ശേഷം ആ കാലാവധിക്ക് ശേഷം അവ നശിച്ചു പോകും. അതിന് പകരം പുതിയ കോശങ്ങൾ ഉണ്ടാകണം. അതിനെയാണ് കോശ നവീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ 2 തരത്തിലുള്ള വിഭജനമുണ്ട്. ഒന്ന് ക്രമഭംഗം. ഇത് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു കോശം വിഭജിക്കുന്നു, അതിൽ നിന്നും 2 കോശങ്ങൾ ഉണ്ടാകുന്നു. ക്രോമസോം സംഖ്യയ്ക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല. 46 ക്രോമസോം സംഖ്യകളാണ് ഉള്ളത്. ഓക്കെ, അടുത്തതാണ് ഊനഭംഗം. എന്താണ് ഊനഭംഗം? ഇവിടെ ഒരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്, അത് നമുക്ക് വായിക്കാം. നമ്മുടെ ബീജകോശങ്ങളിൽ പുരുഷ ബീജവും അണ്ഡവും ഊനഭംഗം എന്നറിയപ്പെടുന്ന സവിശേഷമായ കോശവിഭജനമാണ് നടക്കുന്നത്. അതായത് പുംബീജം അല്ലേ? പുരുഷന്മാരിലാണെങ്കിൽ പുംബീജം, സ്ത്രീകളാണെങ്കിൽ അണ്ഡം. ഇവയിൽ 46 ക്രോമസോം സംഖ്യകളാണ് ഉള്ളത്. അവ വിഭജിക്കുന്നു. എന്ത് ചെയ്യുന്നു? വിഭജിക്കുന്നു. എങ്ങനെ? പുത്രിക കോശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവയിൽ പകുതിയായി ക്രോമസോം സംഖ്യ പകുതിയായി കുറയുന്നു. എത്രയായി കുറയുന്നു? പകുതിയായി കുറയുന്നു. പുരുഷനുള്ള ബീജവും സ്ത്രീകളിലുള്ള അണ്ഡവും കൂടിച്ചേർന്ന് എന്ത് രൂപം കൊള്ളുന്നു? സിക്താണ്ഡം. സിക്താണ്ഡത്തിൽ 46 ക്രോമസോമാണ് ഉള്ളത് അല്ലേ? പുംബീജത്തിലുള്ള 23 ക്രോമസോമും അണ്ഡത്തിലുള്ള 23 ക്രോമസോമും സംയോജിച്ച് സിക്താണ്ഡം രൂപം കൊള്ളുന്നു. അതിൽ 46 ക്രോമസോം സംഖ്യയുള്ള സിക്താണ്ഡമായി മാറുന്നു. സിക്താണ്ഡം അതിനുശേഷം എന്തായി മാറുന്നു? ഭ്രൂണമായി വളരുന്നു. ഭ്രൂണം കുഞ്ഞാവുകയും കുഞ്ഞിൽ നിന്നും ഒരു പെൺകുഞ്ഞോ ആൺകുഞ്ഞോ ആയി മാറുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഊനഭംഗം എന്ന് പറയുന്നത്. ഇനി ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? മനുഷ്യന് 23 ജോഡി ക്രോമസോമുകളുണ്ട്. അതിൽ 22 ജോഡി സ്ത്രീയിലും പുരുഷനിലും തുല്യമാണ്. 23ാമത്തെ ജോഡിയുടെ ഘടന സ്ത്രീയിൽ Xും Xും പുരുഷനിൽ Xും Yയുമാണ്.
അതെന്താണ് പറയുന്നത്? അതായത് 22 ജോഡി, അതായത് 44 എണ്ണം ക്രോമസോമും സ്ത്രീകളിലും പുരുഷനിലും തുല്യമാണ്. 23ാമത്തെ ജോഡി, അതായത് പുരുഷനിലാണെങ്കിൽ എക്സും വൈയും, സ്ത്രീകളിലാണെങ്കിൽ എക്സും ആയിരിക്കും. ക്രോമസോം ഘടന പുരുഷന്മാരിൽ എക്സും വൈയും, സ്ത്രീകളിൽ എക്സും ആയിരിക്കും. അതായത് പുരുഷനിലെ എക്സും സ്ത്രീയുടെ എക്സും കൂടി സംയോജിക്കുകയാണെങ്കിൽ എക്സും അതായത് പെൺകുഞ്ഞും, പുരുഷനിലെ വൈയും സ്ത്രീകളിലെ എക്സും കൂടി ചേരുകയാണെങ്കിൽ അവ ആൺകുഞ്ഞുമായിട്ടാണ് ജനിക്കുന്നത്. ഓക്കെ, അതായത് പുരുഷനിലെ ക്രോമസോമാണ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് തീരുമാനിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തതായിട്ട് ക്രോമോസോമിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കാണപ്പെടുന്നത്? ക്രോമസോമുകളിൽ ക്രോമസോമുകളിൽ എന്ത് കാണപ്പെടുന്നു? DNA എന്ന കണികയുണ്ട്. അതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ജീനുകളിലൂടെയാണ് കൈമാറുന്നത്? പാരമ്പര്യ സവിശേഷതകൾ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ 46 ക്രോമസോമുകളുണ്ട്. ആ 46 ക്രോമസോമുകളിലും ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലേ, ആ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡിനുള്ളിൽ ജീനുകളുണ്ട്. ഈ ജീനുകളാണ് പാരമ്പര്യ സവിശേഷതകൾ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതായത് പിതാവിൻ്റെയോ മാതാവിൻ്റെയോ സ്വഭാവ ഘടകങ്ങൾ ഓരോ കുഞ്ഞുങ്ങളിലുമുണ്ട് അല്ലേ. അങ്ങനെ പാരമ്പര്യം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഏത് വഴിയാണ്? ജീനുകളിലൂടെയാണ്. ഓക്കെ, അടുത്തതായി നമുക്ക് എന്ത് വായിക്കാം? ഇനി എന്താണ് ഒരു ക്രോമസോം എടുത്തു കഴിഞ്ഞാൽ അവയുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അവയിൽ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്താണ് ചിത്രം എന്ന് നോക്കൂ. ഓക്കെ, ഒരു ക്രോമസോമിന് 4 ഇതളുകളുണ്ട്. 1, 2, 3, 4. ഇതാണ് ഒരു ക്രോമസോം. ഈ 4 ഇതളുകളിനെ പറയുന്ന പേരാണ് ക്രോമാറ്റിഡ്. എന്ത് പറയുന്നു? ക്രോമാറ്റിഡ്. ആ 4 ഇതളുകൾ സംയോജിച്ച് സെൻട്രോമിയർ എന്ന ഭാഗത്താണ്. ഓക്കെ, 4 ഇതളുകളുണ്ട്. അവയെ ക്രോമാറ്റിഡ് എന്നും അവയെ ഒരു സെൻട്രലായിട്ട് സംയോജിപ്പിച്ച് നിർത്തുന്നു. അതിനെ സെൻട്രോമിയർ എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം. ശരീരകോശങ്ങളിൽ 23 ജോഡി ക്രോമസോമുകൾ ആണുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞു ശരീരകോശങ്ങൾ, അതായത് വളർച്ചാ കോശങ്ങൾ, ഒരു സിക്താണ്ഡം ആണ് ഒരു ശരീരകോശം എന്ന് പറയുന്നത്. അവയിൽ 23 ജോഡി ക്രോമസോമുകളാണുള്ളത്. പക്ഷേ ബീജകോശങ്ങളിൽ എത്ര എണ്ണമാണുള്ളത്? 23 എണ്ണം കോശങ്ങളാണുള്ളത്. ക്രമഭംഗം കോശങ്ങളിലും ഊനഭംഗം ബീജകോശങ്ങളിലുമാണ് നടക്കുന്നത്. ക്രമഭംഗം ശരീരകോശങ്ങൾ, അതായത് വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണല്ലോ ക്രമഭംഗം എന്ന് പറയുന്നത്. അപ്പോൾ അവ ശരീരകോശങ്ങളിലും ഊനഭംഗം ബീജകോശങ്ങൾ, അതായത് അണ്ഡത്തിലും പുംബീജത്തിലുമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഊനഭംഗം നടക്കുമ്പോൾ ക്രോമസോമിൻ്റെ എണ്ണം പകുതിയായി കുറയുന്നു. 23 ക്രോമസോമുകൾ വീതമുള്ള പുംബീജവും അണ്ഡവും സംയോജിക്കുമ്പോൾ 23 ജോഡി ക്രോമസോം, അതായത് 46 എണ്ണമുള്ള സിക്താണ്ഡമായി മാറുന്നു. ഓക്കെ, 23 എണ്ണമുള്ള പുംബീജവും അണ്ഡവും സംയോജിച്ച് 23 ജോഡി, അതായത് 46 എണ്ണമുള്ള സിക്താണ്ഡമായി മാറുന്നു. ഇനി ക്രമഭംഗവും ഊനഭംഗവും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ക്രമഭംഗത്തിൽ എത്ര പുത്രികാകോശങ്ങളാണ് ഉണ്ടാകുന്നത്? 2 പുത്രികാകോശങ്ങളാണ് ഉണ്ടാകുന്നത്. ഊനഭംഗത്തിലോ 4. ക്രമഭംഗത്തിൽ 2 പുത്രികാകോശങ്ങൾ ഉണ്ടാകുമ്പോൾ ഊനഭംഗത്തിൽ 4 പുത്രികാകോശങ്ങളാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ക്രമഭംഗം ശരീരകോശങ്ങളിൽ നടക്കുമ്പോൾ ഊനഭംഗം ബീജകോശങ്ങളിലാണ് നടക്കുന്നത്. ക്രമഭംഗം വളർച്ചയ്ക്ക് സഹായിക്കുമ്പോൾ ഊനഭംഗം പ്രത്യുൽപാദനത്തിനായി സഹായിക്കുന്നു. ക്രമഭംഗത്തിൽ ക്രോമസോം സംഖ്യയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഊനഭംഗത്തിലോ ക്രോമസോം സംഖ്യ പകുതിയായി കുറയുന്നു. ക്രമഭംഗത്തിൽ 46 ക്രോമസോം കാണുമ്പോൾ ഊനഭംഗത്തിൽ 23 ക്രോമസോമുകളാണ് ഓരോ കോശങ്ങളിലും കാണപ്പെടുന്നത്. ഇവയാണ് ക്രമഭംഗവും ഊനഭംഗവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ക്രമഭംഗത്തിന് എത്ര ഘട്ടങ്ങളാണുള്ളത്? 1 പ്രോഫേസ്, 2 മെറ്റാഫേസ്, 3 അനാഫേസ്, 4 ടീലോഫേസ്. എന്തൊക്കെയാണ് ക്രമഭംഗത്തിൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകാം. ആദ്യത്തേത് പ്രോഫേസ്. പ്രോഫേസിൽ ന്യൂക്ലിയർ സ്തരവും ന്യൂക്ലിയോയിഡും അപ്രത്യക്ഷമാകുന്നു. ക്രോമസോമുകളും ക്രോമാറ്റിഡുകളും രൂപപ്പെടുന്നു. സ്പിൻഡിൽ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് ഒരു കോശം എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ എന്തുണ്ടാകും? ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ.
ആ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ന്യൂക്ലിയർ സ്ഥലമുണ്ട് അല്ലേ? ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് എന്തുണ്ട്? ന്യൂക്ലിയർ സ്ഥലം. അതിനുള്ളിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? ഒരു ന്യൂക്ലിയോലസ് അല്ലേ? ന്യൂക്ലിയോലസ് കാണപ്പെടുന്നുണ്ട്. ഇത്രയും ഭാഗങ്ങളാണ് മെയിനായിട്ട് ഒരു കോശങ്ങളുള്ളത്. കോശത്തിൽ ദ്രവ്യമുണ്ട്, ന്യൂക്ലിയർ സ്ഥലമുണ്ട്, ന്യൂക്ലിയോലസ് അതായത് മർമ്മകമുണ്ട് അല്ലേ? ഈ പ്രൊഫേസ് സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു? ഈ ന്യൂക്ലിയർ സ്ഥലവും ന്യൂക്ലിയോയിഡും, അതായത് ഈ ഗ്രീൻ കളറിലുള്ള ന്യൂക്ലിയോ സ്ഥലവും യെല്ലോ കളറിലുള്ള ന്യൂക്ലിയോലസും അപ്രത്യക്ഷമാകുന്നുണ്ട്. അതേസമയം ഒരു ക്രോമാറ്റിക് ജാലിക എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട് അല്ലേ? ന്യൂക്ലിയസിനുള്ളിൽ എന്തുണ്ട്? ധാരാളം ക്രോമാറ്റിൻ ജാലിക. ക്രോമാറ്റിൻ ജാലിക എന്ന് പറഞ്ഞാൽ നൂല് പോലെ പരന്നു കിടക്കുന്ന ഒരു ഘടകമാണ് ക്രോമാറ്റിൻ ജാലിക. ഏകദേശം 2.2 മീറ്റർ നീളമുണ്ട് ക്രോമാറ്റിൻ ജാലികയ്ക്ക്. ആ പ്രൊഫേസ് സ്റ്റേജിൽ ഈ ക്രോമാറ്റിൻ ജാലിക എന്തായി മാറുന്നു? ക്രോമസോമുകളായി മാറുന്നു. എന്തായി മാറുന്നു? ക്രോമസോമുകൾ ആയി മാറുന്നു. ഇത്രയുമാണ് പ്രൊഫേസ് ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്തതായി മെറ്റാഫേസ് ആണ്. മെറ്റാഫേസ് എന്ന് പറഞ്ഞാൽ ഈ ക്രോമസോമുകൾ അവിടെയും ഇവിടെയുമായി ചിതറിക്കിടക്കുന്നതായി കാണാം. ഇവിടെ ചിത്രത്തിൽ നോക്കുക, മെറ്റാഫേസ്. ഓക്കെ, ഇവിടെയാണ് മെറ്റാഫേസ്. ഈ ക്രോമസോമുകൾ പ്രൊഫേസ് സ്റ്റേജിൽ അവിടെയും ഇവിടെയുമായി ചിതറിക്കിടക്കുകയാണ് കാണുന്നത്. പക്ഷേ മെറ്റാഫേസ് സ്റ്റേജിലെത്തുമ്പോൾ ഈ ജന്തു കോശങ്ങളിൽ മാത്രമായി കാണുന്ന ഒരു ഭാഗമാണെന്ത്? സെൻട്രോസോം അല്ലേ? ഒരു കോശത്തിൻ്റെ ഒരു ഭാഗമാണ് സെൻട്രോസോം, ലൈസോസോം. കോശ അംഗമാണ് സെൻട്രോസോം എന്ന് പറയുന്നതും ലൈസോസോം എന്ന് പറയുന്നതും. ഈ സെൻട്രോസോമിൽ നിന്നും ധാരാളം സ്പിൻഡിൽ നാരുകൾ പുറപ്പെടുന്നു. സെൻട്രോസോമിൽ നിന്നും ധാരാളം സ്പിൻഡിൽ നാരുകൾ. ഇവിടെ ഒരു ത്രെഡ് പോലെ കാണുന്നുണ്ട് ഇല്ലേ? ഈ ത്രെഡുകളാണ് സ്പിൻഡിൽ നാരുകൾ. ഈ സ്പിൻഡിൽ നാരുകൾ ക്രോമസോമിൻ്റെ സെൻട്രോമിയറിൽ ടച്ച് ചെയ്യുകയും അവയെ മധ്യത്തിലായിട്ട് അറേഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. കോശത്തിൻ്റെ നടുവിലായിട്ട് അറേഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഒരു ഇൻ്റർവെൽ സമയത്ത് നമ്മൾ സ്കൂളിൽ ഇൻ്റർവെൽ സമയത്ത് വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ പലയിടത്തായി ചിതറി കിടക്കും അല്ലേ? വെള്ളം കുടിക്കാനോ എന്തിനെങ്കിലുമായിട്ട് പുറത്തേക്ക് പോകും. ഒരു ബെല്ലടിച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ഓരോ കുട്ടികളെയും വിളിച്ച് അവനവൻ്റെ സ്ഥലത്ത് ഇരുത്തുന്നുണ്ട് ഇല്ലേ? ഈ സ്റ്റേജാണ് എന്ത്? മെറ്റാഫേസ് എന്ന് പറയുന്നത്. അതായത് ഒരേ സ്ഥാനത്ത് മധ്യഭാഗത്തായിട്ട് ക്രമമായി നിർത്തുന്ന ക്രോമസോമുകളെ അവരെ ക്രമമായി നിർത്തുന്ന ഒരു സ്റ്റേജാണ് ഇത് മെറ്റാഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായി അനാഫേസ്. അനാഫേസ് സ്റ്റേജിൽ എന്താണ്? സ്പിൻഡിൽ നാരുകൾ ചുരുങ്ങുകയും ക്രോമസോമുകളെ പകുതിയായി ഓരോ ദിക്കിലേക്ക് വലിക്കുകയും ചെയ്യുന്നു. ഓക്കെ, സ്പിൻഡിൽ നാരുകൾ ചുരുങ്ങുന്നു, ക്രോമസോമുകൾ പകുതിയായി ദിക്കിലേക്ക്, ഈസ്റ്റോ വെസ്റ്റോ നോർത്തോ സൗത്ത് എന്തിലാവട്ടെ ഓരോ ദിക്കുകളിലേക്കും സെപ്പറേറ്റ് ആവുകയും ചെയ്യുന്നു. ഇവിടെയാണ് പുത്രിക ക്രോമസോമുകൾ രൂപം കൊള്ളുന്നത്. എന്താണ്? പുത്രിക ക്രോമസോമുകൾ. രണ്ട് പുത്രിക ക്രോമസോമുകൾ ഈ സമയത്താണ് രൂപം കൊള്ളുന്നത്. ഇതാണ് അനാഫേസ് സ്റ്റേജ്. അടുത്തതായി ടീലോഫേസ് സ്റ്റേജാണ്. ടീലോഫേസ് സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നത്? പുത്രിക ക്രോമസോമുകൾ രൂപം കൊണ്ടു. ടീലോഫേസ് സ്റ്റേജ് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് പ്രൊഫേസ് സ്റ്റേജ്. പ്രൊഫേസ് സ്റ്റേജിൽ എന്തൊക്കെയാണോ കണ്ടത് അതിൻ്റെ വിപരീതമാണ് എവിടെ കാണുന്നത്? ടീലോഫേസിൽ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രൊഫേസ് സ്റ്റേജിൽ ന്യൂക്ലിയർ സ്ഥലവും ന്യൂക്ലിയർ ലസും അപ്രത്യക്ഷമായി. ടീലോഫേസ് സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നു? ന്യൂക്ലിയർ സ്ഥലം പ്രത്യക്ഷപ്പെടുന്നു, ന്യൂക്ലിയോലസ് അതായത് മർമ്മകവും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പ്രൊഫേസ് സ്റ്റേജിൽ ക്രോമാറ്റിൻ ജാലികയാണ് ക്രോമസോമായി മാറുന്നത്. പക്ഷേ ടീലോഫേസ് സ്റ്റേജിൽ ക്രോമസോം എന്തായി മാറുന്നു? ക്രോമാറ്റിൻ ജാലികയായി മാറുന്നു. അങ്ങനെ എന്ത് രൂപം കൊള്ളുന്നു? പുത്രിക ന്യൂക്ലിയസുകൾ രൂപം കൊള്ളുന്നു. ഇവിടെ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട്. രണ്ട് ദിക്കുകളിലെത്തിയ ക്രോമസോമുകൾ പുത്രിക ന്യൂക്ലിയസുകളായി രൂപപ്പെടുന്നു. അത് എവിടെയാണ് നടക്കുന്നത്? ടീലോഫേസ് സ്റ്റേജ് അല്ലേ? തുടർന്ന് കോശത്തിൻ്റെ മധ്യഭാഗത്തായി നേരിയ വിടവ് രൂപപ്പെട്ടു. അവ രണ്ടായി വിഭജിക്കുന്നു. അങ്ങനെ മാതൃകോശത്തിനോട് സാമ്യമുള്ള രണ്ട് പുത്രിക കോശങ്ങൾ ജനിക്കുന്നു. അതായത് കോശവിഭജന സമയത്ത്
പുത്രിക ന്യൂക്ലിയസുകളാണ് ആദ്യം ഉണ്ടായത്. ടീലോഫേസ് സ്റ്റേജ് പുത്രിക ന്യൂക്ലിയസ് ഉണ്ടാകുന്നു, പക്ഷേ കോശം വിഭജിക്കുന്നില്ല. പിന്നീട് കോശദ്രവ്യം കോശഭാഗം രണ്ട് ഭാഗത്തായിട്ട് നടുഭാഗത്തായിട്ട് ചുരുങ്ങുകയും അവ തമ്മിൽ സംയോജിച്ച് വേർപെടുകയും ചെയ്യുന്നു. അങ്ങനെ പുത്രിക കോശങ്ങൾ ഉണ്ടാകുന്നു. ഇനി ക്രോമസോമുകളെ സംരക്ഷിക്കുന്ന ഒരു കവചം അവയുടെ മുനകളിലുണ്ട്. അവയെ ടീലോമിയർ എന്ന് പറയുന്നു. ഇവിടെ താഴ്ഭാഗത്തായിട്ട് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഇല്ലേ, ക്രോമസോം. അതിൽ നീല കളറിൽ കൊടുത്തിരിക്കുന്നതാണ് ടീലോമിയർ. ടീലോമിയർ പറഞ്ഞാൽ ക്രോമസോമുകളെ സംരക്ഷിക്കുന്ന ഒരു കവചമാണ് എന്ത്, ടീലോമിയർ എന്ന് പറയുന്നത്. ഓക്കെ. കോശങ്ങൾക്ക് വാർദ്ധക്യം ബാധിക്കുമ്പോൾ ടീലോമിയറുകളുടെ നീളം കുറയുകയും കാലക്രമേണ കോശവിഭജനം നിലയ്ക്കുകയും ചെയ്യും. അകാല വാർദ്ധക്യം, അർബുദം, വിഷാദരോഗം തുടങ്ങിയ അവസ്ഥകളുമായി ഇതിന് ബന്ധമുള്ളതായി കണ്ടെത്തിയിരിക്കുന്നു. ഇനി പ്രായമേറിയ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് എന്നാണ് താഴ്ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കെല്ലാവർക്കും അറിയാം, പ്രായമായി കഴിഞ്ഞാൽ നമ്മുടെ കോശങ്ങളെല്ലാം പേശികളെല്ലാം ചുരുങ്ങും. ഇനി കോശങ്ങളിലേക്കുള്ള ഓക്സിജൻ്റെ ലഭ്യത കുറയും. ഊർജ്ജോൽപാദനം, നമുക്ക് എന്തെങ്കിലും പണികൾ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നിക്കും അല്ലേ. ഊർജ്ജോൽപാദനം കുറയുന്നു. ഇന്ദ്രിയങ്ങളുടെ കാര്യക്ഷമത കുറയുന്നു അല്ലേ. കാഴ്ചശക്തി ആയാലും കേൾവി ശക്തി ആയാലും എല്ലാതും കുറഞ്ഞു പോകുന്ന ഒരു സമയമാണെന്ത്, വാർദ്ധക്യം എന്ന് പറയുന്നത്. ഇവിടെ പ്രായം കൂടിയ ആരോഗ്യമുള്ള ജനത തീർച്ചയായും ഏതൊരു സമൂഹത്തിനും ഒരു മുതൽക്കൂട്ടാണ്. പ്രായം കൂടുന്തോറും ആരോഗ്യം കാത്തു സൂക്ഷിക്കാനായി സമൃദ്ധാഹാരം കഴിക്കുകയും ലളിതമായ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും വേണം. നല്ല കുടുംബ സാമൂഹ്യ ബന്ധങ്ങൾ വളരെയേറെ പങ്കുണ്ട്. സമൂഹത്തിലും വീടുകളിലും ക്രിയാത്മകമായി സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൂലയിൽ ഒതുക്കിയിരുത്തേണ്ടവരല്ല വൃദ്ധർ എന്നത് ഓർക്കുക. മരണമോ വാർദ്ധക്യമോ തടയാൻ സാധ്യമല്ല. എന്നാൽ മരിക്കുന്ന നിമിഷം വരെ അന്തസ്സോടെ തല ഉയർത്തി ജീവിച്ചിട്ട് മരിക്കാം. ഓക്കെ, ഇത്രയുമാണ് ഇവിടെ വൃദ്ധരായ ജനങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇനി അടുത്തതായി എന്താണ് പറയുന്നത്, നമ്മൾക്കും വയസ്സാകുന്നത് പോലെ തന്നെ കോശങ്ങൾക്കും വയസ്സാകുന്നുണ്ട്. അങ്ങനെ കോശവും അതിന് ജീവിതകാലം കഴിയുമ്പോൾ സ്വയം മരണമടയുന്നു. ഇതിന് പറയുന്ന പേരാണ് എന്താണ് വിളിക്കുന്നത്, അപ്പോപ്റ്റോസിസ്. എന്ത് വിളിക്കുന്നത്, അപ്പോപ്റ്റോസിസ് എന്നാണ് വിളിക്കുന്നത്. അടുത്തതായി അർബുദവും ചികിത്സയും എന്നതിനെക്കുറിച്ചാണ്. എന്താണ് അർബുദം? കോശങ്ങളുടെ അനിയന്ത്രിതമായ വിഭജനമാണ് അർബുദം അല്ലെങ്കിൽ ക്യാൻസർ എന്ന് വിളിക്കുന്നത് അല്ലേ. ക്രമഭംഗം എന്ന് ശരീരത്തിൽ നടക്കുന്ന ഒരു വിഭജനമാണ് ക്രമഭംഗം എന്ന് പറയുന്നത്. ക്രമഭംഗം എന്ന് പറഞ്ഞാൽ നിയന്ത്രിതമായ വിഭജനമാണ്. പക്ഷേ അനിയന്ത്രിതമായ വിഭജനം എന്തിന് കാരണമാകുന്നു? ക്യാൻസർ എന്ന രോഗത്തിന് കാരണമാകുന്നു. ഇനി പ്രധാനമായും 3 തരത്തിലാണ് ക്യാൻസറിനെ ചികിത്സിക്കുന്നത്. ഏതൊക്കെയാണ്? കീമോതെറാപ്പി, റേഡിയേഷൻ, അർബുദം ബാധിച്ച കോശങ്ങൾ എടുത്തു മാറ്റുക എന്നിവയാണ് മെയിനായിട്ട് 3 തരത്തിലുള്ള ചികിത്സാ രീതികൾ. അതിൽ ആദ്യത്തെ 2 അതായത് റേഡിയേഷൻ ആയാലും കീമോതെറാപ്പി ആയാലും അർബുദം ബാധിച്ച കോശങ്ങളുടെ ഒപ്പം തന്നെ ചിലപ്പോൾ ശരിയായ കോശത്തെ നശിപ്പിച്ചു കളയുന്നു. അങ്ങനെയാണ് പലതരം രോഗങ്ങൾക്കും, അതായത് ഛർദി തുടങ്ങിയിട്ടുള്ള പലതരം രോഗങ്ങൾക്ക് കാരണമാകുന്നത്. ഇവിടെ എഴുതിയത് വായിക്കാം. രോഗം ബാധിച്ച അവയവം മുറിച്ചു മാറ്റുന്ന സർജറി ചെയ്യാം. ഇതിൽ ആദ്യം പറഞ്ഞ 2 ചികിത്സാ മുറകളും കോശങ്ങളെ കൊല്ലുമ്പോൾ ഉപയോഗിക്കുന്ന രാസവസ്തു അതായത് കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്, കെമിക്കൽസ് രാസവസ്തുക്കളാണ്. അതേപോലെ റേഡിയേഷൻ, ഇവയ്ക്ക് അറിയില്ലല്ലോ ഏതാണ് അർബുദകോശമെന്ന്. അതുകൊണ്ട് തന്നെ വളരെയേറെ ആരോഗ്യമുള്ള കോശങ്ങളെയും ഈ ചികിത്സാ രീതികൾ നശിപ്പിക്കും. ഓക്കെ, അത് ദഹന വ്യവസ്ഥയിലെ കോശങ്ങൾ നശിപ്പിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, ഛർദി എന്നുള്ള അസുഖം ഉണ്ടാകുന്നത്. ഇനി ക്യാൻസർ കോശങ്ങളെ മാത്രം തിരഞ്ഞു കൊല്ലുന്ന ചികിത്സാ രീതികൾ ഇപ്പോൾ നമ്മുടെ രംഗത്ത് കൊണ്ടിരിക്കുന്നു. ഇതിനെ പറയുന്ന പേരാണെന്ത്, നാനോ ടെക്നോളജി എന്ന നൂതന സാങ്കേതിക വിദ്യ. ക്യാൻസറിനെ ചികിത്സിക്കാനായിട്ട് പല പദ്ധതികളും നമ്മുടെ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് സുഹൃതം പദ്ധതി. ഇനി അടുത്തതായിട്ട് പലതരം പദ്ധതികളാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ് ആ പദ്ധതികൾ? 1 ക്യാൻസർ സുരക്ഷാ പദ്ധതി,
ഓക്കെ, അതെന്താണ് ക്യാൻസർ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്? 18 വയസ്സിന് താഴെയുള്ള APL BPL കാർഡ് ഉടമകൾക്ക് പരിശോധന, ചികിത്സാ ചെലവുകളും ലഭിക്കും. മറ്റ് ഇൻഷുറൻസ് ലഭിക്കുന്നവർക്ക് ഇതിൽ അപേക്ഷിക്കാൻ സാധ്യമല്ല. അടുത്ത താലോലത്തിൽ എന്താണ് പറയുന്നത്? 18 വയസ്സ് താഴെയുള്ള അർബുദം ഒഴിച്ച് മറ്റ് മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് പരമാവധി 1 ലക്ഷം രൂപ വരെ സഹായം. കാരുണ്യ ചികിത്സാ പദ്ധതി 3 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള രോഗികൾക്ക് 2 ലക്ഷം രൂപ വരെ സഹായം. ജില്ലാ ലോട്ടറി ഓഫീസിൽ ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കണം. ചിസ് പ്ലസ് BPL കാർഡ് ഉടമയ്ക്ക് പരമാവധി 70,000 രൂപ വരെ സഹായം. പട്ടികവർഗ്ഗക്കാർക്കുള്ള സമഗ്ര ആരോഗ്യ പദ്ധതി വില്ലേജ് ഓഫീസിൽ നിന്നും ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഭക്ഷണത്തിനും യാത്രയ്ക്കുമുള്ള ചെലവുകൾ ഉൾപ്പെടെ മുഴുവൻ ചികിത്സയും സൗജന്യമായി ലഭിക്കും. പാവപ്പെട്ടവർക്കുള്ള ചികിത്സാ ധനസഹായം താഴ്ന്ന സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന രോഗികൾക്ക് ചികിത്സാ ധനസഹായമായി 50,000 രൂപ ലഭിക്കും. ക്യാൻസർ പെൻഷൻ പദ്ധതി ചികിത്സ പൂർത്തിയാക്കിയ ക്യാൻസർ രോഗിയായ BPL കാർഡ് ഉടമയ്ക്ക് പ്രതിമാസം 1000 രൂപ നിരക്കിൽ ആജീവനാന്ത പെൻഷൻ. ഇവയൊക്കെയാണ് വ്യത്യസ്ത തരത്തിലുള്ള പദ്ധതികൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.